UPSC പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 4ലേക്ക് സ്വാഗതം. As per the 368 of the Constitution of India, the Parliament may amend any provision of the Constitution by way of addition, variation, repeal. 368 ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു പ്രൊവിഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് അമെൻഡ് ചെയ്യാമെന്നതാണ് ക്വസ്റ്റ്യൻ. അഡിഷൻ എന്ന് പറയുന്നത് ന്യൂ ടെക്സ്റ്റ് ഒരു എക്സിസ്റ്റിംഗിലേക്ക് ആഡ് ചെയ്യുക. വാരിയേഷൻ എന്ന് പറയുമ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാം. റിപ്പീല് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുക. അപ്പം ഇതിൽ ഏതൊക്കെ രീതിയിലാണ് ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അഡിഷൻ ഉണ്ട്, വാരിയേഷൻ ഉണ്ട്, റിപ്പീൽ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിങ് കൺട്രീസ്: ഇറ്റലി, ജപ്പാൻ, നൈജീരിയ, സൗത്ത് കൊറിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. Which of the above countries are frequently mentioned in the media for their low birth rates or aging population or declining population? ഇതിൽ ഏതൊക്കെയാണ് റീസെൻ്റ്ലി ന്യൂസിൽ ഉണ്ടായിരുന്നതാണ് ചോദ്യം. ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ. ഇതിൽ ഏറ്റവും കുറവ് വരുന്നത് സൗത്ത് കൊറിയയിലാണ് ഫെർട്ടിലിറ്റി റേറ്റ് വരുന്നത്. ജപ്പാനിലും അതേ പ്രശ്നം ഉണ്ട്. അതുപോലെ നൈജീരിയ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ആഫ്രിക്കയാണ്. അവിടെ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല. സൗത്ത് ആഫ്രിക്കയിലും ഇല്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ. അപ്പോൾ ഓപ്ഷൻ എ 1, 2 and 4. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽ ഇൻ ദ പാർലമെൻറ്റ്? Article 109 mentions special procedure in respect of money bill. A money bill shall not be introduced in the Council of States. The Rajya Sabha can either approve the bill or suggest changes but cannot reject it. Amendment to money bill suggested by the Rajya Sabha have to be accepted by the Lok Sabha. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? അപ്പോൾ ആർട്ടിക്കിൾ 109 മെൻഷൻ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട്സ് ഓഫ് മണി ബിൽ. അത് കറക്റ്റാണ്. അടുത്തത്, മണി ബിൽ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ്, മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് ലോക്സഭയിൽ മാത്രമേ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, രാജ്യസഭയിൽ പറ്റില്ല. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ. സോ ലോക്സഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ദ രാജ്യസഭ ക്യാൻ either approve or suggest changes but cannot reject it. രാജ്യസഭയ്ക്ക് അതിൽ എന്ത് മാത്രമേ പറ്റൂ? ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ ഓൺ മണി ബിൽ ബട്ട് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു അമെൻഡ് ഓർ റിജക്റ്റ് ഇറ്റ്. അതും കറക്റ്റാണ്. അടുത്തത്, അമെൻമെൻറ്റ് ടു മണി ബിൽ സജസ്റ്റഡ് ബൈ ദ രാജ്യസഭ ഹാവ് ടു ബി ആക്സെപ്റ്റഡ് ബൈ ദ ലോക്സഭ. ഇതിൽ ഓപ്ഷൻ 4 തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? സി ആണ്. 1, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് ഇൻ ടേംസ് ഓഫ് ഇക്വിവാലന്റ് റാങ്ക് ഇൻ ദ 3 സർവീസസ് ഓഫ് ദ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ തന്നിട്ടുള്ള റാങ്കിൽ ഏതൊക്കെയാണ് ഇക്വലൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? ബ്രിഗേഡിയർ, എയർ കമോഡർ, കമാൻഡർ, മേജർ ജനറൽ, എയർ വൈസ് മാർഷൽ, വൈസ് അഡ്മിറൽ, മേജർ, സ്ക്വാഡ്രൺ ലീഡർ, ലഫ്റ്റനൻറ്റ് കമാൻഡർ, ലഫ്റ്റനൻറ്റ് കേണൽ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ. ഏതൊക്കെയാണ്? ഇവിടെ ബ്രിഗേഡിയറിന് ഈക്വൽ ആയതാണ് എയർ കമോഡോർ. അത് കറക്റ്റാണ്. ഇവിടെ കമോഡോറാണ്, കമാൻഡർ അല്ല. കമാൻഡർ അല്ല, കമഡോറാണ്. അതേപോലെ മേജർ ജനറൽ,
എയർ വൈസ് മാർഷൽ, ഇവിടെ റിയർ അഡ്മിറൽ ആണ് വരിക, നോട്ട് വൈസ് അഡ്മിറൽ. ഇത് കറക്റ്റാണ്. മേജർ, സ്ക്വാഡ്രൺ ലീഡർ, ലെഫ്റ്റനന്റ് കമാൻഡർ കറക്റ്റാണ്. അതുപോലെ ലെഫ്റ്റനന്റ് കേണലിന് ഈക്വലായിട്ട് വരുന്നത് വിങ് കമാൻഡർ ആണ്. വിങ് കമാൻഡർ ആണ്. ഇവിടെ ക്യാപ്റ്റൻ അല്ല, കമാൻഡർ ആണ്. സോ ദ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 3 ഓൺലി. Consider the following statement regarding നാരി ശക്തി വന്ദൻ അധിനിയം. എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം? നമ്മുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പം അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ഇവിടെ പറയേണ്ടത്. ഒന്നാമത്തത്, പ്രൊവിഷൻ വിൽ കം ഇൻ ടു ഇഫക്റ്റ് ആഫ്റ്റർ 18 ലോക്സഭ. ഇത് ശരിയാണോ? 18 ലോക്സഭ ഇലക്ഷന് ശേഷം സെൻസസും ഡീലിമിറ്റേഷനും ഒക്കെ നടന്നതിന് ശേഷം മാത്രമേ ഈ ആക്ട് വരൂ. അപ്പോൾ 18 ലോക്സഭ ഇലക്ഷന് ശേഷം നടക്കുന്നത് സെൻസസും ഡീലിമിറ്റേഷനും ആണ്. അതിനുശേഷം മാത്രമേ ഇത് ഇഫക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് തെറ്റാണ് ഈ പ്രൊവിഷൻ. അടുത്തത്, ദിസ് വിൽ ബി ഡൺ ഫോർ 15 ഇയേഴ്സ് ആഫ്റ്റർ ബിക്കമിങ് ആൻ ആക്ട് എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിനുശേഷം ഒരു 15 ഇയർ പീരീഡ്, അത് പൊട്ടൻഷ്യൽ എക്സ്റ്റൻഷൻ ഉണ്ടാവും അതിന്, അങ്ങനെ തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്, 15 ഇയേഴ്സ് ശേഷമേ അത് ആക്ട് ആവും എന്നുള്ളത്. പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, ദർ ആർ പ്രൊവിഷൻ ഫോർ ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വുമൺ വിത്തിൻ ദ ക്വാട്ട റിസർവ്ഡ് ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതും ശരിയാണ്. അതായത് SC/ST വരുന്ന ലോക്സഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അത് റിസർവ്ഡ് ക്വാട്ടയിൽ തന്നെ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3യും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി 1, 2 and 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എക്സസൈസ് മിത്രശക്തി 2023 ആർ കറക്റ്റ്? This was a joint military exercise between India and Bangladesh. It commenced on Pune. Joint response during counter-terrorism operation was a goal of this operation. Indian Air Force was part of this exercise. ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ്? അതായത് മിത്രശക്തി 2023 കുറിച്ചാണ് ചോദിക്കുന്നത്. ശരിക്കും മിത്രശക്തി 2023 നിങ്ങൾക്കറിയാം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് നടന്നത്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലല്ല. അപ്പോൾ അത് തെറ്റാണ്. അത് പൂനെയിലാണ്, അത് ശരിയാണ്. പിന്നെ അടുത്തത് കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു ജോയിൻറ്റ് റെസ്പോൺസ്, അതും കറക്റ്റാണ്. 15 personnel ഫ്രം ദ ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് 5 personnel ഫ്രം ശ്രീലങ്കൻ എയർഫോഴ്സ് വെർ പാർട്ട് ഓഫ് ദിസ് എക്സസൈസ്. ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത്, എ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ടു ഹൈക്കോർട്ട് ടു. അതായത് എന്താണ് പ്രൊഹിബിഷൻ റിട്ട്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എ ഗവൺമെൻറ് ഓഫീസർ പ്രൊഹിബിറ്റിംഗ് ഹിം ഫ്രം ടേക്കിംഗ് എ പെർട്ടിക്കുലർ ആക്ഷൻ? അല്ല. ദ പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു പാസ് എ ലോ ഓൺ പ്രൊഹിബിഷൻ? അല്ല. ദ ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീഡിംഗ് ഇൻ എ കേസ്. അതാണ് എന്ത് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹേബിയസ് കോപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെരിറ്റോറി, ക്വാവാറണ്ടോ, അങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. അതിൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഫോർബിഡ് ആണ്. അത് ഹയർ കോർട്ട് ലോവർ കോർട്ടിന് കൊടുക്കുന്ന ഒരു പ്രൊഹിബിഷനാണ്. അതായത് അതിൻ്റെ ഒരു ജുറിസ്ഡിക്ഷൻ അപ്പുറം അത് പോവുകയാണെങ്കിൽ ഒരു ഇനാക്ടിവിറ്റിയെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സോ ഏതാണ് ആൻസർ? സി കറക്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഹൂ റെക്കഗ്നൈസ് ആൻഡ് ഡിക്ലെയർസ് എ കമ്മ്യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഷെഡ്യൂൾഡ് ട്രൈബ്. എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ സ്റ്റേറ്റ് നീഡ് ടു ബി സോ ഇൻ അനദർ സ്റ്റേറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങൾക്കറിയാം ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണോ അതൊരു ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പറയുന്നത്? അല്ല. ആർട്ടിക്കിൾ 342(1) തന്നെ പറയുന്നുണ്ട്, ദ പ്രസിഡന്റ് വിത്ത് റെസ്പെക്ട് ടു എനി സ്റ്റേറ്റ് യൂട്ടി മേ സ്പെസിഫൈ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് അല്ല, തെറ്റാണ്. എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ സ്റ്റേറ്റ് need not to be so in another state. അത് എന്താണ്? അതങ്ങനെ തന്നെ ആ പ്രൊവിഷൻ പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. സോ ബി ഓൺലി ആണ്
answer. Consider the following pairs: Argentina, worst economic crisis; Sudan, war between the country's regular army and parallel paramilitary force; Turkey, rescinded its membership of NATO. How many of the pairs are given are correctly matched? So, Argentina, എന്തിൻ്റെ പേരിലായിരുന്നു അർജൻറ്റീന ന്യൂസിൽ ഉണ്ടായിരുന്നത്? അർജൻറ്റീനയിലെ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ ഹൈ ആയിരുന്നു, പ്രോവർട്ടിയും. അപ്പോൾ അത് തന്നെയാണ് എക്കണോമിക് കൊളാപ്സ്. ആ ഒരു എക്കണോമിക് ഡിസ്ട്രെസ് തന്നെയാണ് അർജൻറ്റീന ന്യൂസിലുണ്ടാവാൻ കാരണം. അപ്പോൾ ഇത് കറക്റ്റാണ്. അടുത്തത് സുഡാനാണ്. അവിടെ സുഡാനീസ് ആർമിയും പാരാമിലിറ്ററി ഫോഴ്സും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അതുകൊണ്ട് തന്നെയാണ് അത് ന്യൂസിലുണ്ടായിരുന്നത്. അതും കറക്റ്റാണ്. നൗ തുർക്കി നാറ്റോ മെമ്പർഷിപ്പ് തമ്മിലുള്ള ഇഷ്യൂസ് വളരെ ടെൻഷനൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. ബട്ട് തുർക്കി ഹാസ് നോട്ട് വിത്ത്ഡ്രോൺ ഫ്രം ദ എലിയൻസ്. ഇതുവരെ ന്യൂസിൽ നിന്ന് വിത്ത്ഡ്രോൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം റോങ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് മാച്ച് ആയിട്ടുള്ളത്? ഓൺലി 2 pair. Consider the following statement. Summed pipeline is a strategic route for Persian Gulf oil and natural gas shipment in Europe. Summed pipeline connect the Red Sea with the Mediterranean Sea. സോ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ്, എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് ഈ സമ്ഡ് പൈപ്പ്ലൈൻ, സൂയസ് കനാൽ സമ്ഡ് പൈപ്പ്ലൈൻ എന്ന് പറയുന്നത്? സമ്ഡ് പൈപ്പ്ലൈൻ സൂയസ് കനാൽ ഒരു സ്ട്രാറ്റജിക് റൂട്ട് ഫോർ പേർഷ്യൻ ഗൾഫ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രൊഡക്ട്സ് ആൻഡ് ലിക്വിഫൈഡ് ഗ്യാസ് ഷിപ്മെൻറ്റ് ടു യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. സോ അത് കറക്റ്റാണ്. സമ്ഡ് പൈപ്പ്ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് റൂട്ടാണ് ഫോർ പേർഷ്യൻ ഗൾഫ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഷിപ്മെൻറ്റ് ടു യൂറോപ്പ്. കറക്റ്റാണ്. അത് റെഡ് സിയും മെഡിറ്ററേനിയൻ സിയും കണക്ട് ചെയ്യുന്നു, അതും കറക്റ്റാണ്. സോ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are correct, and second explain the statement 1. So ഏതാണ്? ഓപ്ഷൻ എ. Consider the following statement. The Red Sea receives very little precipitation in any form. Second, no water enters the Red Sea from rivers. Which of the following statements are correct? ഒന്നാമത്തേത് കറക്റ്റ് ആണ്. റെഡ് സീയിൽ മഴ വളരെ കുറവാണ്, വെരി ലിറ്റിൽ precipitation ആണ്. No waters enters in the Red Sea from rivers. അതും കറക്റ്റ് ആണ്. So the answer is C, both 1 and 2. റെഡ് സീയിൽ മഴയും കുറവാണ്, അതിലേക്ക് വേറെ വാട്ടർ റിവേഴ്സ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. അടുത്തത്, അക്കോർഡിംഗ് ടു ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി EPA, which one of the following is the largest source of sulfur dioxide emission? ഇവിടെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലോക്കോമോട്ടീവ് യൂസിങ് ഫോസിൽ ഓയിൽ, ഷിപ്സ് യൂസിങ് ഫോസിൽ ഓയിൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓസ്, പവർ പ്ലാന്റ്സ് യൂസിങ് ഫോസിൽ ഫ്യൂൾസ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്? സൾഫർ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? പവർ പ്ലാന്റ്സ് യൂസിങ് ഫോസിൽ ഫ്യൂൽസ് ആണ്. ഏത് പ്രകാരം? എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഡാറ്റ പ്രകാരം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.